ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം മർസ് ബാധിതരുടെ എണ്ണം നിയന്ത്രണത്തിന് അതീതമായി എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പ്. ഈ രോഗം ഇന്ന് ലോകവ്യാപകമായി കഴിഞ്ഞു. ജോർഡനിൽ നിന്നാണ് രോഗബാധിതരിൽ നിന്നും ഏകദേശം 30% ആളുകൾ മരിക്കാനിടയായ ഈ വൈറസ് പകർന്നു വന്നത്. ഒട്ടകങ്ങളും ഒട്ടകപ്പാലുമാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. ജോർഡന് പുറമെ സൗദി അറേബ്യ, ഖത്തർ, മലേഷ്യ, ടുണീഷ്യ, കുവൈറ്റ്, ലെബനൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മർസ് വ്യാപകമായി. ഈജിപ്ഷ്യൻ വൈറോളജിസ്റ്റ് ഡോക്ടർ അലി മുഹമ്മദ് സക്കിയാണ് മർസ് വൈറസ് കണ്ടെത്തിയത്. മിഡിൽ ഈസ്റ്റിൽ ഭീതി പടർത്തിയ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന കൊറോണ വൈറസിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. 2012 കൊറോണ വൈറസ് കണ്ടെത്തിയത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ് കൊറോണ വൈറസ് ശക്തമായിട്ടുള്ളത്. സൗദിയിലാണ് കൊറോണ വൈറസ് കൂടുതൽ കണ്ടെത്തിയത്. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ മതിയായ കരുതലുകൾ എടുക്കണമെന്ന് സൗദി ആരോഗ്യ വകുപ്പിലെ പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അബ്ദുൽ അസീസ് പറഞ്ഞു. ഡോക്ടർ, എന്താണ് ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത്? സാധാരണ പക്ഷികളെയും മൃഗങ്ങളെയും ആക്രമിക്കുന്ന ഫ്ലൂ വിഭാഗത്തിൽപ്പെട്ട ഒരു വൈറസാണ് കൊറോണ വൈറസ്. ഡോക്ടർ, ഇത് മനുഷ്യരിൽ എത്രമാത്രം ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്നു? പ്രധാനമായും 6 തരം കൊറോണ വൈറസുകൾ മനുഷ്യരെ ആക്രമിക്കും. അതിലേറ്റവും പുതുതായി കണ്ടെത്തിയ 2 ഒരു 10 പതിറ്റാണ്ട് മുമ്പ് കണ്ടെത്തിയ സാർസിൻ്റെ കൊറോണ വൈറസും ഇപ്പോൾ പുതുതായിട്ട് കണ്ടെത്തിയ മെർസ് വൈറസും. ഏതാണ്ട് 2 തരം വൈറസുകൾ ഒരുമിച്ച് ചേർന്ന് പുതിയൊരു സ്പീഷീസ് ഉണ്ടാകുന്ന റീകോമ്പിനേഷൻ എന്നതിന് പറയും. അത്തരത്തിൽ രൂപപ്പെട്ടതാണ് ഈ പുതിയ തരം മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം വൈറസ് അല്ലെങ്കിൽ മെർസ് വൈറസ് എന്ന് പറയുന്നത്. 2013 തുടക്കത്തിലാണ് ആദ്യമായിട്ട് ഈ പുതിയ തരം വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ മെർസ് വൈറസ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഏത് വിധത്തിലാണ് വ്യാപിക്കുന്നത്? തുടക്കത്തിൽ ഈ വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരുന്നത് വളരെ അപൂർവമായിട്ടാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ രോഗവ്യാപനം വളരെ ചെറിയ തോതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രോഗിയുമായിട്ട് അടുത്തിടപഴകുന്നത് വഴിയും രോഗികളുടെ തുമ്മുകയോ ചീറ്റുകയോ ചെയ്യുമ്പോൾ അതിൽ പുറത്തു വരുന്ന ആ ദ്രവത്തിൽ നിന്നും വായുവിലൂടെ ചുമയ്ക്കുമ്പോൾ വരുന്ന രോഗി ചുമയ്ക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ പുറത്തു വരുന്ന അണുക്കളിലൂടെയും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതായാണ് ഇതുവരെയുള്ള നിഗമനം. കൊറോണ വൈറസ് പ്രധാനമായും പക്ഷികളെയും മൃഗങ്ങളെയുമാണ് ആക്രമിക്കുന്നത്. 6 തരം വൈറസ് ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. ഇതിൽ 2002-2003 സാർസ് വ്യാപനത്തിന് നിദാനമായ വൈറസാണ് ഇതിനു മുൻപ് മനുഷ്യരിൽ കാര്യമായ ആരോഗ്യ പ്രശ്നം സൃഷ്ടിച്ചത്. മധ്യ പൗരസദേശത്തെ വൈറസ് വ്യാപനത്തിന് പുറമെ ഇതിപ്പോൾ യൂറോപ്പിനെയും അമേരിക്കയും ഏഷ്യയുടെ മിക്ക രാജ്യങ്ങളെയും ബാധിച്ചു കഴിഞ്ഞു. ലോകത്താകമാനം നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ കൊറോണ വൈറസ് മൂലം സൗദിയിൽ മാത്രം ഇതുവരെ 173 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. സൗദിയിൽ 537 പേർ ഇതുവരെ രോഗബാധ മൂലം ആശുപത്രിയിലാണ്. ഡോക്ടർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഫ്ലൂവിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് മെർസ് അണുബാധയിൽ ഉണ്ടാകുന്നത്. മൂക്കൊലിപ്പ്, തൊണ്ടവേദന, പനി, ശരീരവേദന, തുമ്മൽ ഒക്കെയാണ് സാമാന്യ ലക്ഷണങ്ങൾ. എന്നാൽ ഇത് മാരകമാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ശക്തമായ ശ്വാസകോശ അണുബാധ ഉണ്ടാകും. അത്തരത്തിലാണ് പ്രതിരോധശേഷി കുറഞ്ഞ ആളുകൾ ഇത് ബാധിച്ച് മരിക്കുന്നത്. സാധാരണയായിട്ട് 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ, 65 വയസ്സിന് മേൽ പ്രായമുള്ളവർ, രോഗപ്രതിരോധശേഷി കുറഞ്ഞവർ, സ്ഥായിയായ രോഗങ്ങൾ, ഹൃദ്രോഗം, വൃക്കാരോഗം, പ്രമേഹം, മറ്റ് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുള്ളവർക്കൊക്കെയാണത് മാരകമാകാറുള്ളത്. ഇതുകൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റീറോയിഡ് മരുന്നുകളൊക്കെ കഴിക്കുന്ന ആളുകൾക്കും ഇത് മാരകമാകാറുണ്ട്. കൂടാതെ ഗർഭിണികൾക്കും ഇത് മാരകഫലം ഉണ്ടാക്കാം. ഗർഭിണികൾക്കും ഇത് മരണത്തിനിടയാക്കാൻ സാധ്യതയുള്ള അസുഖമാണ്. കൊറോണ പകർച്ച വലിയ ഒരു പകർച്ചവ്യാധിയായി വൻ ദുരന്തമൊന്നും സൃഷ്ടിക്കുകയില്ല. കൃത്യമായി പ്രതിരോധ രീതി അവലംബിച്ചാൽ പകരുന്നതല്ല. എന്നാൽ കൊറോണ വൈറസ് ഏത് കാലാവസ്ഥയിലും പകരാൻ സാധ്യതയുമുണ്ട്. ജലദോഷപ്പനി, 38 ഡിഗ്രിയിൽ കൂടുതൽ ടെമ്പറേച്ചർ, ഇതാണ് രോഗലക്ഷണങ്ങളായി ആരോഗ്യ കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നാൽ കൊറോണ വൈറസ് ന്യൂമോണിയ വരുത്താനുള്ള സാധ്യതയും മറക്കാവുന്നതല്ല. രോഗപ്രതിരോധത്തിന് ആവശ്യമായ മുൻകരുതലുകൾ രോഗബാധിതരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവണമെന്ന് ആരോഗ്യ കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. ഈ രോഗം തടയുന്നതിനുള്ള പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഈ മെർസ് അണുബാധയിലും മറ്റേതൊരു ഫ്ലൂ രോഗത്തെയും പോലെ തന്നെയാണ് പ്രതിരോധ നടപടികൾ. തുമ്മുകയോ ചീറ്റുകയോ ചെയ്യുമ്പോൾ മുഖം തൂവാല കൊണ്ട് മറയ്ക്കുക,
ആ തൂവാലയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ കൊണ്ട് മറച്ച ശേഷം ആ തൂവാലയോ ടിഷ്യൂ പേപ്പറോ സംഭരണിയിൽ മാലിന്യ സംഭരണിയിൽ സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈയും മുഖവും ഒക്കെ സോപ്പും വെള്ളവും കൊണ്ട് കഴുകുക. രോഗിയെ സ്പർശിച്ചോ അല്ലെങ്കിൽ രോഗി സ്പർശിച്ച പ്രതലത്തിലോ മറ്റോ തൊടുകയാണെങ്കിൽ നല്ലവണ്ണം കൈയൊക്കെ അണുനശീകരണം നടത്തിയ ശേഷം മാത്രമേ കണ്ണിലോ മൂക്കിലോ സ്പർശിക്കാൻ പാടുള്ളൂ. അത്തരത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ രോഗിയുമായി അടുത്തിടപഴകുന്നവർ മാസ്ക് ഉപയോഗിക്കുക. രോഗികൾ, ആരോഗ്യ പ്രവർത്തകർ, രോഗിയുമായി ഇടപഴകുന്നവർ ഇവരെല്ലാം മാസ്ക് ഉപയോഗിക്കേണ്ടവർ തന്നെയാണ്. കൂടാതെ രോഗിയുമായിട്ട് അടുത്തിടപഴകേണ്ട അവസ്ഥയുണ്ടായാൽ എപ്പോഴും മാസ്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഇതുകൂടാതെ ശരിയായ വിശ്രമം, വ്യായാമം, ഉറക്കം ഇതൊക്കെ ഇതിനാവശ്യമാണ്. പ്രതിരോധ നടപടികൾക്ക് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. മാത്രമല്ല ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കണം. വെള്ളം ധാരാളം കുടിക്കുക. ശരിയായ വ്യക്തി ശുചിത്വം പാലിക്കുക. പിന്നെ ആരോഗ്യ പ്രവർത്തകർ ശരിയായ ജാഗ്രത പുലർത്തേണ്ടതുമുണ്ട്. അവർക്കാണ് ഈ രോഗം പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള സാധ്യത. വ്യക്തി ശുചിത്വത്തിലൂടെയും മറ്റ് പ്രതിരോധ നടപടികളിലൂടെയും ഏതൊരു വൈറൽ ഫ്ലൂവിനെ പോലെയും മെർസിനെയും തടഞ്ഞു നിർത്താവുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള അനാവശ്യ ഭീതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് സത്യം. കൊറോണ വൈറസ് ബാധിച്ചാൽ ധാരാളം വെള്ളം നൽകേണ്ടതുണ്ട്. ഓക്സിജൻ വെന്റിലേഷൻ കുറവാണെങ്കിൽ ഓക്സിജൻ നൽകേണ്ടതുണ്ട്. ശ്വാസമുട്ടൽ അനുഭവിക്കുകയാണെങ്കിൽ ഇൻഹേലറും. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗുരുതരാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനാകുമെന്നാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ പറയുന്നത്. പനി, കഫം, ശ്വാസമുട്ട് തുടങ്ങിയവയാണ് കൊറോണ വൈറസിന്റെ രോഗലക്ഷണങ്ങൾ. പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നുമാണ് കൊറോണ വൈറസ് പകരുന്നത്. പ്രധാനമായും ഒട്ടകങ്ങളിൽ നിന്നാണ് കൊറോണ വൈറസ് പകരുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. കൊറോണ എന്ന് പറയുന്നത് ഒരു വൈറസ്. ഈ വൈറസ് ഗ്രൂപ്പിൽ പലതരം വൈറസുകളുണ്ട്. സാധാരണ ജലദോഷപ്പനി ഉണ്ടാക്കുന്ന വൈറസ് മുതൽ കഴിഞ്ഞ 10 വർഷം മുമ്പ് ഒരു സാഴ്സ് എന്ന് പറഞ്ഞ് ഒരു എപ്പിഡമിക് ഉണ്ടായിരുന്നു. അതുണ്ടാക്കുന്ന സാഴ്സ് കൊറോണ വൈറസ്. അതുപോലെ പുതുതായിട്ട് വന്നേക്കുന്ന മെഴ്സ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം. ഇതുണ്ടാക്കുന്ന വൈറസ്, അതും കൊറോണ വൈറസ്. ഇങ്ങനെ പല സ്പെക്ട്രം ഉണ്ട്. കൊറോണ വൈറസ് എന്ന് എല്ലാം മെഴ്സ് എന്ന് പറയുന്നത് അല്ല. സാധാരണ ജലദോഷം മുതൽ പല ഭാഗത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻ. തുടക്കത്തിൽ വളരെ അപൂർവമായിട്ടായിരുന്നു മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗവ്യാപനമുണ്ടായത്. എന്നാൽ ഇപ്പോൾ രോഗികളിൽ നിന്നും അടുത്തിടപഴകുന്നവരിലേക്കും ആരോഗ്യ പ്രവർത്തകരിലേക്കും രോഗവ്യാപനം ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിൽ മരണസംഖ്യയും വർദ്ധിക്കുന്നു. സാധാരണ ഫ്ലൂ എന്ന രീതിയിൽ ആരംഭിക്കുന്ന അസുഖം കിഡ്നിയെ ബാധിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഏതായാലും കാര്യമായ പരിരക്ഷ അനിവാര്യമാണ്. മാർസ് വരാതെ